ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന പീനട്ട് ബട്ടറാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കപ്പലണ്ടി വറുത്തെടുക്കണം. കപ്പലണ്ടി വറുത്ത് തയ്യാറാക്കാനുള്ളൊരു ഫ്രൈ പാൻ നമുക്ക് അടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രൈ പാന് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കപ്പലണ്ടി ഇത് വറുത്തതാണ്, പക്ഷേ ഇത് ഒന്നും കൂടെ വറുക്കുമ്പോൾ ഒരു മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ വറുത്തത്. കപ്പലണ്ടി ഒരു കപ്പ് ആണെങ്കിലും 200 ഗ്രാം കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മണം വന്നിട്ടുണ്ട്. കപ്പലണ്ടി വറക്കുമ്പോൾ അറിയാലോ, നല്ലൊരു മണമൊക്കെ വരും. ഒരു 2 മിനിറ്റ് കൂടെ. നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റോളം ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിന്റെ തോലെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കണം. അപ്പൊ ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഈ പാത്രത്തിലോട്ട് ഇട്ട് ഒന്ന് തണുപ്പിച്ച് തോല് കളഞ്ഞെടുത്ത് തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 സ്പൂണ് നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം. തേനാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ 2 സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പഞ്ചസാരയൊന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. 1.5 സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കൂടെ നമുക്ക് 1 സ്പൂൺ കൂടെ തേൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ തേൻ ഒഴിച്ചതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇതേ പരുവത്തിന് കിട്ടും. നമുക്ക് ബ്രെഡിനകത്തോട്ട് ഇതൊന്ന് തേച്ച് നോക്കാം. ഇതെല്ലാം എടുക്കാം. ഇപ്പം നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ചേർത്തിട്ട് തയ്യാറാക്കാമെന്നുള്ളതേ ഉള്ളൂ. ബ്രെഡിൽ കുട്ടികൾക്ക് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.